2012 ഒക്ടോബർ മാസം 9 ഒരു 17 വയസ്സുകാരിക്ക് പതിവ് പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു അത്. ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷയുള്ള സൗജന്യ എന്ന പെൺകുട്ടി അന്ന് കോളേജിലേക്ക് പോയി. എന്നാൽ വീട്ടിൽ തിരികെ വന്നില്ല. പിന്നീട് അവളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാതാപിതാക്കൾക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവളുടെ ഡെഡ് ബോഡി. ഇത് ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല. സംഭവിച്ചത് 13 വർഷങ്ങൾക്ക് മുൻപ് 2012 അന്നും ഈ കേസ് സെൻസേഷനായിരുന്നു. ഇന്നും ഈ കേസ് സെൻസേഷനാണ്. അതിന് കാരണം എന്ത്? നീതിപീഠത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഇത് പങ്കുവയ്ക്കുക. ദക്ഷിണ കർണാടക ഡിസ്ട്രിക്റ്റിലെ ധർമ്മസ്ഥല എന്ന സിറ്റി അതൊരു ക്ഷേത്ര നഗരമാണ്. 2012 ഒക്ടോബർ മാസം അവിടെ ഒരു പ്രാദേശിക ഉത്സവത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ കുസുമാവതി ചന്തപ്പഗൌഡ ദമ്പതികളുടെ മകളാണ് 17 വയസ്സുള്ള സൗജന്യ. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച അവൾ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വർ കോളേജിൽ പഠിക്കുകയായിരുന്നു. മിടുക്കിയും ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു പെൺകുട്ടി. 2012 ഒക്ടോബർ 9 അന്ന് ഒരു ഉത്സവ ദിവസമായിരുന്നു. പക്ഷേ അവൾക്കന്ന് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സൗജന്യ നന്നായി പഠിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ക്ലാസ്സുകളൊന്നും മുടക്കാറില്ല. ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരികയാണെങ്കിൽ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അവളുടെ അമ്മ പറഞ്ഞു. ശരിയെന്ന് സമ്മതിച്ച് സൗജന്യ വീട്ടിൽ നിന്നും ഇറങ്ങി. പക്ഷെ അന്ന് ക്ലാസ് അവസാനിച്ചപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞ് 3:45 അവൾ ബസ് കയറി വൈകുന്നേരം 4:15 സ്നാനഘട്ട എന്ന സ്ഥലത്തെത്തി. അവിടെ ബസ് ഇറങ്ങി കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ആ ബസ് സ്റ്റോപ്പിൽ നിന്നും സൗജന്യയുടെ വീട്ടിലേക്ക് 20 മിനിറ്റ് നടക്കണം. ആ 20 മിനിറ്റ് ദൂരം അവളുടെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട യാത്രയായി. വഴിയിൽ അവളുടെ അമ്മാവെയും അമ്മാവനെയും അവൾ കണ്ടു. പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ വൈകി, അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന്. ആ വാക്കുകളായിരുന്നു അവളുടെ അവസാന ശബ്ദമായത്. 4:30 അല്ലെങ്കിൽ പരമാവധി 4:40 അവൾ വീട്ടിലെത്തേണ്ടതാണ്. എന്നാൽ സമയം 4:40 കഴിഞ്ഞു. 5 6 സൗജന്യ വീട്ടിൽ വന്നില്ല. സൗജന്യയുടെ അമ്മ കുസുമാവതി, അച്ഛൻ ചന്തപ്പഗൌഡ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. അവർ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളോട് വിളിച്ചു ചോദിച്ചു. അവൾ വീട്ടിലേക്ക് വന്നല്ലോ എന്നാണ് അവർ പറഞ്ഞ മറുപടി. ഒടുവിൽ ആ ഗ്രാമത്തിലെ 200-300 ആളുകൾ ഒരുമിച്ച് ചേർന്ന് വൈകുന്നേരം 7 മുതൽ രാത്രി 11 മണി വരെയും അവളെ അന്വേഷിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ അധികമൊന്നും കാത്തു നിൽക്കാതെ അവർ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പക്ഷെ പോലീസുകാർ FIR രേഖപ്പെടുത്തിയില്ല. വീട്ടിൽ പോയിട്ട് നാളെ വരാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. അതുപോലെ ആ കുടുംബം അടുത്ത ദിവസം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ആ കുടുംബത്തിന്റെ നിർബന്ധം കാരണം പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസം മുതൽ തിരച്ചിൽ ആരംഭിച്ചു. പോലീസിന്റെ കൃപയാൽ മകളെ കണ്ടെത്താൻ കഴിയുമെന്ന് ആ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണർന്നു വന്നു. അവരുടെ മകൾക്ക് ഒന്നും സംഭവിച്ചു കാണില്ല എന്ന് അവർ സ്വയം ആശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ അന്വേഷിക്കുന്നവർക്ക് ഭയാനകമായ കാഴ്ചയായിരുന്നു കാത്തിരുന്നത്. ഒക്ടോബർ 11 സൗജന്യ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെ നേത്രാവതി നദിക്ക് സമീപം അവർ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി. ഇതേ സ്ഥലത്ത് ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനകം തിരച്ചിൽ നടത്തിയതാണ്. പക്ഷെ അപ്പോഴൊന്നും അവളെ കണ്ടെത്താനായില്ല. കൂടാതെ അവളെ കണ്ടെത്തിയപ്പോൾ അവളുടെ ആ ഒരു അവസ്ഥ അത് കേട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അർദ്ധനഗ്നയായി, ശരിയായി വസ്ത്രമില്ലാതെ, അവളുടെ ID കാർഡ് ഉപയോഗിച്ച് 2 കൈകളും ഒരു മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. വാരിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ദേഹമാസകലം ചതവുകളുണ്ട്. നെഞ്ചിനടുത്തുള്ള എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ഭാഗത്ത് 6 ഇഞ്ച് ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. ഏത് അമ്മയ്ക്കും അച്ഛനുമാണ് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കുക? ആരും അവളോട് വളരെ മോശമായും ക്രൂരമായും പെരുമാറി. അതിൽ മോശം അവർ അവളെ കൊന്നു എന്നതാണ്. ശ്വാസം മുട്ടിച്ചു കൊന്നതിന്റെ അടയാളം അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടതും അവിടെ കൂടിയിരുന്ന ജനം രോഷാകുലരാകാൻ തുടങ്ങി. ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിന് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അങ്ങനെ 2012 ഒക്ടോബർ മാസം 13 ഈ ഹീനമായ കൃത്യം ചെയ്ത ഒരു മാനസിക രോഗിയായ സന്തോഷ് റാവു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്തോഷ് റാവു കുറ്റസമ്മതം നടത്തിയതായി പോലീസ് തന്നെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേസ് പെട്ടെന്ന് തെളിയിച്ചതിന് നമ്മൾ പോലീസിനെ അഭിനന്ദിക്കണം എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ പോലീസ് ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ട്വിസ്റ്റ് തന്നെ. അവർ അന്വേഷണം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്.
ഒരു തരി പോലും അവർ അന്വേഷണം നടത്തിയിട്ടേയില്ല. അതാണ് സത്യം. സന്തോഷ് റാവു അയാളുടെ ശരീരത്തിൽ ഒരു ചോരത്തുള്ളിയോ സൗജന്യയുടെ DNA ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ സത്യം ആ മണ്ണിൽ മറഞ്ഞു. ഈ കേസിലെ വിള്ളലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ഈ കേസ് അന്വേഷിച്ച രീതി കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത അസ്വസ്ഥത തോന്നിപ്പോകും. സത്യത്തിൽ പോലീസ് അല്ല അയാളെ പിടികൂടി എന്നതാണ് ശരി. ശൃംഗേരി എന്ന ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഈ സന്തോഷ് റാവു. അയാൾക്ക് മാനസികമായ ചില വെല്ലുവിളികളുണ്ട്. എങ്കിൽ പോലും അയാൾക്ക് ദൈവത്തോടുള്ള ഭക്തി വലുതായിരുന്നു. ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം കാണാൻ അയാൾ വന്ന അയാൾ ഒരു പ്രതിമയുടെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട മാലിക് ജെയിൻ, ഉദയ് ജെയിൻ, ധീരജ് ജെയിൻ എന്ന മൂവരും സന്തോഷിന്റെ അടുത്തേക്കെത്തി. അയാളെ കണ്ടപ്പോൾ എന്തോ വ്യത്യസ്തമായി തോന്നി എന്ന് പറഞ്ഞ് അയാളെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇയാളാണ് കുറ്റവാളി എന്നും പറഞ്ഞു. പോലീസിനും ആ സമയം അറിയാമായിരുന്നു, എന്തായാലും ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയാലും അത്ര പെട്ടെന്നൊന്നും കുറ്റവാളി കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പോലീസ് വലിയ അന്വേഷണമൊന്നും നടത്തിയില്ല. പിടിച്ചുകൊണ്ടുവന്ന സന്തോഷ് റാവുവിനെ തന്നെ കുറ്റവാളിയാക്കാനും പോലീസ് തീരുമാനിച്ചു. സന്തോഷ് റാവുവിനും മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണല്ലോ. അയാളെ കുറ്റവാളിയാക്കാൻ എളുപ്പമാണെന്നും അവർക്ക് തോന്നി. പക്ഷേ ഈ കുറ്റകൃത്യം താൻ ചെയ്തിട്ടില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ പോലീസ് അവനെ മർദ്ദിച്ച് ആ സമ്മർദ്ദത്തിൽ താൻ തന്നെ കൊന്നുവെന്ന് അയാൾ എല്ലാം സമ്മതിച്ചു. അങ്ങനെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊലപാതകം നടന്ന ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അയാൾ സൗജന്യയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നടിച്ചു കാണിച്ചു കൊടുത്തു. കൊലപാതക സമയത്ത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അവിടെ നിന്നും അയാൾ കണ്ടെടുത്ത് പോലീസിന് കൊടുത്തു. അതായത് ഈ പോലീസുകാർ സന്തോഷിന്റെ വസ്ത്രങ്ങൾ അവിടെ ഒളിപ്പിച്ചു എന്നതാണ് ഹൈലൈറ്റ്. മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ഏകദേശം ഒരു 300-400ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. വളരെ കുറവ് തെളിവുകൾ മാത്രമേ പോലീസിന് അവിടെ നിന്നും ശേഖരിക്കാനും സാധിച്ചുള്ളൂ. അവിടെ വരുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നുവെങ്കിലും അവിടെ നിന്ന് അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പോലീസ് കളക്ട് ചെയ്തില്ല. സൗജന്യയുടെ ബാഗ് അവിടെ നിന്നും കണ്ടെടുത്തു. പക്ഷെ അതിനുള്ളിലെ ബുക്കുകൾക്ക്, ബാഗിന്, എന്തിന് സൗജന്യയുടെ വസ്ത്രത്തിനോ യാതൊരു ഈർപ്പവും ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ കുടുംബത്തിനും കൂടി നിന്ന ആളുകൾക്ക് മനസ്സിലായി സൗജന്യയെ മറ്റെവിടെയോ കൊന്നതാണ്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചുവെന്ന്. അവളെ കഴുത്തിൽ ഒരു കയറുകൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. ശരീരം കണ്ടാൽ തന്നെ സംഭവിച്ചതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ക്രൂരമായിരുന്നു ആ ഒരു കാഴ്ച. ഇതൊക്കെയാണെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് നടപടിക്രമം നടത്തിയ ഡോക്ടറോട് ആവശ്യപ്പെട്ടില്ല. മാത്രമല്ല ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവായി കാണേണ്ടത് യോനിയിലെ സ്വാബ് 72 മണിക്കൂറിനുള്ളിൽ ശേഖരിക്കേണ്ടതാണ്. ഈ സമയപരിധിക്കുള്ളിൽ അത് ലാബിൽ സമർപ്പിക്കുകയും വേണം. പകരം പോലീസ് വൈകിയാണത് സമർപ്പിച്ചത്. ഇരയുടെ മുടിയിലും ഇരയുടെ DNA-യിലും സന്തോഷമായി മാച്ച് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു. കൂടാതെ ഡോക്ടർമാർ പറഞ്ഞ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, സന്തോഷിന് ഫിമോസിസ് എന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയുള്ളവർക്ക് ലൈംഗിക ബന്ധം ഒരുപാട് വേദന തോന്നിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സന്തോഷ് ഇത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കാണിക്കുന്നത്. ഈ തെളിവുകളെല്ലാം സന്തോഷിന് അനുകൂലമാണെങ്കിലും താനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷേ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് സന്തോഷ് അല്ല ചെയ്തത് എന്ന്. അവർ ഇതിനെതിരെ പ്രതിഷേധം നടത്താൻ ആരംഭിച്ചു. കുറ്റവാളി ഇതല്ല, മറ്റൊരാളാണ്. യഥാർത്ഥ കുറ്റവാളിയെ പോലീസ് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈയൊരു സംഭവത്തിൽ ഒരാളല്ല, ഒന്നിലേറെ പേരുണ്ടാകാമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മാതാപിതാക്കൾ മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളും അതിൽ വിശ്വസിച്ചു. കൂടാതെ കുറ്റവാളികളായി അവരൊരു 3 പേരെ പറഞ്ഞു. അതിനും ചില കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട മാലിക് ജെയിൻ, ഉദയ് ജെയിൻ, ധീരജ് ജെയിൻ, ഇവർ 3 പേരെയും സംഭവം നടന്ന സ്ഥലത്ത് കണ്ടവരുണ്ട്. സംശയം തോന്നിക്കുന്ന രീതിയിൽ ആ സമയം രാത്രികാലങ്ങളിൽ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു എന്നൊക്കെ ചിലർ പറയുന്നു. കൂടാതെ പോലീസ് ഒരുപാട് അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ സന്തോഷിനെ കൊണ്ടുപോയി ഇയാളാണ് കുറ്റവാളിയെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. കൂടാതെ അവർ കൊണ്ടുപോയതോ മാനസികമായി വൈകല്യമുള്ള ഒരാളെയും. അതുകൊണ്ട് ഈ 3 പേരെയും ഞങ്ങൾ സംശയിക്കുന്നു എന്ന് കുടുംബവും ജനങ്ങളും ഒരുപോലെ തന്നെ പറഞ്ഞു. പക്ഷെ പോലീസ് ഇവർക്കെതിരെ യാതൊരു ആക്ഷനും എടുത്തില്ല. കാരണം ഇവർ 3 പേരും നിശ്ചൽ ജെയിൻ എന്ന വ്യക്തിയുടെ സുഹൃത്തായിരുന്നു. ഇവിടെ ഈ നിശ്ചൽ ജെയിൻ ആരാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അവിടെയുള്ള ആ ക്ഷേത്ര നിർവാഹിയുടെ സഹോദരിയുടെ മകനായിരുന്നു. ഈ ക്ഷേത്ര നിർവാഹി ഒരുപാട് പിടിപാടുള്ള, ഒരുപാട് രാഷ്ട്രീയ പിൻബലമുള്ള, അതായത് ആ സമയത്ത് തന്നെ രാഷ്ട്രീയ പിൻബലം ഒരുപാടുള്ള വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് വീരേന്ദ്ര ഹുഡ്ഡെ. ഇയാൾ ഇപ്പോൾ ആരാണെന്ന് അറിയണ്ടേ? രാജ്യസഭയിലെ MP ആണ്. ചിന്തിച്ചു നോക്കുക, ഇവർക്ക് ഈ ധർമ്മസ്ഥല ക്ഷേത്രം പാരമ്പര്യമായി ലഭിച്ചതാണ്. ഈ വീരേന്ദ്രയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി. അതായത്
ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ധർമാധികാരിയായി. ഈ അയ്യർ എന്ന വാക്കുകളൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമാണ്. അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളായതുകൊണ്ട് പോലീസ് ഈ 3 പേർക്കെതിരെ യാതൊരു അന്വേഷണവും നടത്തിയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ വിശ്വസിച്ചു ഇവർ തന്നെ ആയിരിക്കാം കൊന്നിരിക്കാമെന്ന്. കൂടാതെ ഇവർക്കെതിരെ ലഭിക്കുന്ന എല്ലാ തെളിവുകളും പോലീസ് നശിപ്പിക്കുകയും ചെയ്തു. നവംബർ 12-ാം തീയതി ഈ ഒരു കേസ് CID-യിലേക്ക് കൈമാറി. മാലിക്, ഉദയ്, ധീരജ് ഈ 3 പേരെയും ചോദ്യം ചെയ്തു. പക്ഷേ അവർക്കെതിരെ കേസെടുക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. 2013 നവംബറിൽ ഈ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സന്തോഷിന് നേരെയായിരുന്നു കേസ് പോയത്. പക്ഷെ സൗജന്യയുടെ അച്ഛനായ ചന്തപ്പ ഗൗഡ ഈ കേസ് അങ്ങനെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഈ 3 പേരുമാണ് കുറ്റവാളികളെന്നും കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2016 നവംബർ മാസത്തിൽ വീണ്ടും അദ്ദേഹം കോടതിയിൽ ഒരു ഹർജി നൽകി. സെഷൻ ജഡ്ജി ഹർജി സ്വീകരിച്ചു, അന്വേഷണം നടത്തി. എന്നാൽ കാലക്രമേണ ഈ 3 പേരും കർണാടക ഹൈക്കോടതിയിൽ ചെന്ന് ഈ കേസിന് സ്റ്റേ വാങ്ങി. അങ്ങനെ വീണ്ടും അവർ കേസിൽ നിന്ന് മോചിതരായി. പിന്നീട് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് എന്ന് കരുതപ്പെടുന്ന സന്തോഷ് റാവുവിന് നേരെ തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോയി. ഈ കേസിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നീതി ലഭിക്കണമായിരുന്നു. അത് സാധ്യമാക്കാൻ അവർ പലതവണ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ CBI സന്തോഷ് റാവുവിനെ അറസ്റ്റ് ചെയ്തു. കുറ്റം തെളിയിക്കാൻ ശ്രമിച്ചു. 2017 സന്തോഷിനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിൽ അന്തിമ തീരുമാനം 2023 ജൂൺ മാസത്തിൽ വന്നു. സന്തോഷ് റാവു നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടു. ഈ കേസ് കൈകാര്യം ചെയ്ത പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കണമെന്ന ഉത്തരവ് വന്നു. പക്ഷേ ഇതിനുശേഷം ഈ കേസിൽ ആരാണ് പ്രതി എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോലും നടത്തിയില്ല. 2024 പിതാവ് ചന്തപ്പ ഗൗഡ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി സമർപ്പിച്ചു. അപ്പോൾ വീണ്ടും അന്വേഷണം ആരംഭിക്കാൻ കോടതി ഉത്തരവിട്ടു. കർണാടക സംസ്ഥാന സർക്കാരിന് നോട്ടീസ് പുറപ്പെടുവിച്ചു. പക്ഷേ കേസിന് ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഇത് വളരെ 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 ക്രൂരമായൊരു കേസ് തന്നെയാണ്. ഇന്ത്യയിൽ ഒരുപാട് ടഫായ കേസുകൾ പോലീസിനെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസ് അത്ര ടഫായ കേസ് ഒന്നും തന്നെയല്ല. ഈ കേസിലെ ഓരോ പടികളിലും പോലീസിന് ലഭിക്കുന്ന തെളിവുകളെല്ലാം പോലീസ് തന്നെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. മെഡിക്കൽ റിപ്പോർട്ട്സ് പോലും അവർ നശിപ്പിച്ചു. പകരം ഒരു വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ശരിയായ തെളിവുകൾ നശിപ്പിക്കുകയും പുതുതായി വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ കേസ് നീണ്ടുകൊണ്ടുപോയി. ഇതുവരെയും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല. അന്വേഷണം കാര്യക്ഷമമായി നടത്തിയിരുന്നെങ്കിൽ കുറ്റവാളികളെ എപ്പോഴേ കണ്ടെത്താമായിരുന്നു. എന്തിന് സൗജന്യെ കാണാതായ അന്നത്തെ ദിവസം 300-ലേറെ പേർ പിന്നീട് അവളെ കണ്ടെടുത്ത് ആ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കിട്ടാത്ത അവളുടെ ഡെഡ് ബോഡി പിന്നീട് എങ്ങനെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? അതും അവളുടെ വീട്ടിൽ നിന്ന് വെറും 300 മീറ്റർ അകലെ. അപ്പോൾ മൃതദേഹം പെട്ടെന്ന് അവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ഒരാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധ്യമാണോ? ഈ അവളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ചികിത്സാലയം എന്നറിയപ്പെടുന്ന ഒരു ആശുപത്രിയുണ്ട്. അവിടെ CCTV ക്യാമറകളുണ്ട്. പോലീസിന് അത് പരിശോധിക്കാമായിരുന്നു. പക്ഷെ ആ തെളിവും പോലീസ് നശിപ്പിച്ചു. ഈ കേസ് എന്തിനാണ് ഇങ്ങനെ മൂടി മറയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. നമുക്ക് പറയാൻ കഴിയുന്നതെല്ലാം ഒന്നേ മാത്രം: ഈ കുറ്റവാളികൾക്ക് പുറകിലുള്ള രാഷ്ട്രീയം. എല്ലാവരെയും പോലീസ് രക്ഷിക്കാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഈ കേസിൽ ഒരുപാട് വിള്ളലുകളുണ്ട്. അടുത്തിടെ കർണാടകയിലെ ഒരു യൂട്യൂബർ ഈ ഒരു കേസിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അദ്ദേഹത്തിന് പിന്നീട് ലഭിക്കാത്ത ഭീഷണി കോളുകൾ കുറവാണ്. പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഭീഷണി പ്രവാഹങ്ങൾ ഉയർന്നു വരികയായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കെതിരെയും പോലീസ് കേസെടുക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് വീഡിയോ ചെയ്ത പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് അവരുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോ പ്രൈവറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ സംസാരിക്കുന്ന വീഡിയോയ്ക്കും എന്തെങ്കിലും സംഭവിച്ചേക്കാം. എങ്കിലും നമുക്കതൊന്നും പ്രശ്നമല്ല. കാര്യങ്ങൾ സംസാരിച്ചേ മതിയാകൂ. അറിയേണ്ടവർ എല്ലാം അറിഞ്ഞേ തീരും. ഒരു 17-കാരിയുടെ ജീവൻ മണ്ണിൽ മറഞ്ഞു. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും അറിയില്ല. പക്ഷേ കുറ്റവാളികൾ ഈ ഭൂമിയിൽ സ്വതന്ത്രരായി നടക്കുന്നു. ഇതാണ് സൗജന്യ കേസിന്റെ ഭീകര സത്യം. 13 വർഷങ്ങൾക്ക് ശേഷവും ഒരച്ഛന്റെ പോരാട്ടം തുടരുകയാണ്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറുമാണ് ഈ സത്യത്തിന് ശബ്ദം നൽകാനുള്ള ഒരേയൊരു മാർഗം. സൗജന്യ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ദയവ് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.